ഇനി നമ്മൾ നോക്കുന്നത് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളാണ്. ഒരു മൂവിങ് ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു മൂവിങ് ബോഡിയിൽ ഉള്ള ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് നമുക്ക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇക്വേഷൻ? F=ma എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എം എനെ നമുക്ക് ഈ ഒരു എഫിൻ്റെ അതേ സൈഡിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ എഴുതാൻ പറ്റും? എം എ ഈക്വൾ ടു സിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും? F-(-ma)=0 എന്ന് വരും. നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. നോക്കിയേ, F+-ma എന്ന് എഴുതാൻ പറ്റും അല്ലേ, =0. ഈ -ma-നെയാണ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് -ma-നെ എന്താണ് പറയുന്നത്? ഇനേർഷ്യ ഫോഴ്സ് എന്നാണ് ഈ -ma-നെ പറയുന്നത്. അപ്പോൾ ഈ ഇനേർഷ്യ ഫോഴ്സ് നമുക്ക് Fi എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് F പ്ലസ് ഈ ഇനേർഷ്യ ഫോഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞത്? Fi എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, =0. ഇതിനെയാണ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. F+Fi=0. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ Fi എന്ന് വെച്ചാൽ എന്താണ്? Fi എന്ന് വെച്ചാൽ ഇനേർഷ്യ ഫോഴ്സാണ്. ഇനേർഷ്യ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? -m×a അല്ലേ. ഇനേർഷ്യ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കത് അറിയാം അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് അതേ റെസ്റ്റ് കണ്ടീഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ടെൻഡൻസി. ഇനി അതല്ല, ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനാണ് അതിൻ്റെ ടെൻഡൻസി. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുന്നത്, നമ്മൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബസ് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റോഡിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി എന്താണ്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ബസ് നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബോഡി പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതൊരു ടെൻഡൻസിയാണ്. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇനേർഷ്യ ഫോഴ്സാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനേർഷ്യ ഫോഴ്സിന് ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ആക്സിലറേഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ആക്സിലറേഷൻ വെച്ചാൽ ആ ഒരു മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആ ഒരു ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എഫ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സാണ് എഫ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂവിങ് ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ റിസൾട്ടൻ്റ് ഫോഴ്സാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഇനേർഷ്യ ഫോഴ്സുമായിട്ട് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ തിയറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ പറയാൻ പറ്റുക? F=ma ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? m-നെ =n അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് F+-ma=0 എന്ന് എഴുതാൻ പറ്റി. ഈ m-ക്ക് -ma-ക്ക് വരെ നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ്, മൂവിങ് ഒബ്ജക്റ്റിലുള്ള ആ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സുമായിട്ട് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫോഴ്സ് ഓഫ് 300 Newton ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 150 kg. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി യൂസിങ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഒരു ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയുടെ മാസ് എത്ര ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാസ് 150 kg ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡിയിൽ എന്തുകൊണ്ട്? 300 Newton എന്ന് പറയുന്നൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം യൂസിങ് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ എഴുതണം അല്ലേ. ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ എന്താണ്? F+-ma=0 എന്നാണ്. ഇതിൽ എഫ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഫോഴ്സ് ആണ്. അത് എത്രയാണ്? 300 Newton ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ എഫിന് പകരം 300 Newton ഇട്ടു. പ്ലസ് എം എന്താണ്? മാസാണ് അല്ലേ. കിലോഗ്രാമിലുള്ള മാസ് എഴുതുക. ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് 150 kg ആണ് തന്നിട്ടുണ്ട്. 150 ഇൻറ്റു ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. =0 കൊടുത്തു. ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. എങ്ങനെയാണ്? 300 -150 നമുക്ക് =n അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? +150 ഇൻറ്റു a ആകും. അങ്ങനെ ആക്സിലറേഷൻ നമുക്ക് 300/150 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 m/s² എന്ന് കിട്ടും.